നമസ്കാരം. ആത്മജ്യോതി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ഭക്തർ കാത്തിരിക്കുന്ന പുണ്യനിമിഷം മകരസംക്രമ സന്ധ്യ. കേരളത്തിൻ്റെ മലമുകളിൽ കാനനവാസനായ അയ്യപ്പൻ ജ്യോതി സ്വരൂപനായി ദർശനം നൽകുന്ന മകരവിളക്കിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. സൂര്യൻ ധനുരാശിയിൽ നിന്നും മകരം രാശിയിലേക്ക് പ്രവേശിക്കുന്ന പുണ്യമുഹൂർത്തമാണിത്. ഈ സമയത്ത് പ്രപഞ്ചത്തിൽ വലിയ ഊർജ്ജമാറ്റം സംഭവിക്കുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പന്തളം കൊട്ടാരത്തിൽ വളർന്ന മണികണ്ഠൻ തൻ്റെ അവതാര ലക്ഷ്യം പൂർത്തിയാക്കി ധർമ്മശാസ്താവിൽ ലയിച്ചുവെന്നും ഭക്തർക്ക് ദർശനം നൽകാൻ ജ്യോതിസായി തെളിയുന്നുവെന്നുമാണ് സങ്കല്പം. പന്തളം രാജാവ് തൻ്റെ മകനായ മണികണ്ഠന് ചാർത്താൻ നിർമ്മിച്ച സ്വർണ്ണാഭരണങ്ങൾ പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിലാണ് സൂക്ഷിക്കുന്നത്. മകരവിളക്കിന് 3 ദിവസം മുൻപ് പന്തളത്ത് നിന്നും തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടുന്നു. പന്തളം രാജപ്രതിനിധി വാളും പരിചയമായി ഘോഷയാത്രയെ നയിക്കുന്നു. ആകാശത്ത് കൃഷ്ണപ്പരുന്ത് വട്ടമിട്ട് പറക്കുന്നത് തിരുവാഭരണങ്ങൾക്കൊപ്പം അയ്യപ്പനുണ്ടെന്നുള്ള തെളിവായി ഭക്തർ വിശ്വസിക്കുന്നു. ഘോഷയാത്ര കടന്നു പോകുന്ന വഴിനീളെ ഭക്തർ സ്വീകരണം നൽകുന്നു. മകരസംക്രമ സന്ധ്യയിൽ തിരുവാഭരണങ്ങൾ ശരംകുത്തിയിലെത്തുമ്പോൾ ദേവസ്വം പ്രതിനിധികൾ സ്വീകരിച്ച് സന്നിധാനത്തേക്ക് ആനയിക്കുന്നു. സന്നിധാനത്തെത്തുന്ന തിരുവാഭരണങ്ങൾ തന്ത്രിയും മേൽശാന്തിയും ഏറ്റുവാങ്ങി അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്നു. ഈ സമയം നട അടച്ചിരിക്കും. കൃത്യം മകരസംക്രമ സന്ധ്യയിൽ നട തുറന്ന് ദീപാരാധന നടത്തുന്നു. പൊന്നും കിരീടവും ആഭരണങ്ങളും ചാർത്തിയ മണികണ്ഠൻ്റെ ആ വിശ്വരൂപം കാണാൻ ലക്ഷക്കണക്കിന് ഭക്തർ സ്വാമിയെ ശരണമയ്യപ്പ വിളികളാൽ സന്നിധാനം മുഖരിതമാകുന്നു. ദീപാരാധന സമയത്ത് പൊന്നമ്പലമേട്ടിൽ 3 തവണ ജ്യോതി തെളിയുന്നു. ഭക്തർക്ക് ഇത് ഈശ്വര സാന്നിധ്യത്തിൻ്റെ പരകോടിയാണ്. സംക്രമ മുഹൂർത്തത്തിൽ കവടിയാർ കൊട്ടാരത്തിൽ നിന്നും കൊണ്ടുവരുന്ന നെയ്യ് ഉപയോഗിച്ച് അയ്യപ്പൻ അഭിഷേകം നടത്തുന്നു. മകരവിളക്ക് കഴിഞ്ഞ് 7 ദിവസം കൂടി ഉത്സവ ചടങ്ങുകൾ ഉണ്ടാകും. മാളികപ്പുറത്ത് അമ്മയുടെ എഴുന്നള്ളത്ത് ഈ ദിവസങ്ങളിൽ പ്രധാന ചടങ്ങാണ്. മകരവിളക്ക് ഉത്സവത്തിൻ്റെ സമാപ്തി കുറിച്ച് മാളികപ്പുറത്ത് നടത്തുന്ന കുരുതി പൂജ അതോടെ മലദൈവങ്ങൾ ശാന്തരാകുന്നു എന്നാണ് വിശ്വാസം. ശബരിമലയുടെ സന്ദേശം തത്വമസി എന്നതാണ്. ഈശ്വരനും ഭക്തനും ഒന്നാണെന്ന വലിയ സത്യമാണ് മകരവിളക്ക് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. കഠിനമായ വ്രതമെടുത്ത് മല ചവിട്ടുന്ന ഓരോ ഭക്തനും മകരവിളക്ക് ദർശനത്തിലൂടെ ആത്മീയമായ ഒരു പുനർജന്മം ലഭിക്കുന്നു. 18 പടികൾ 18 തത്വങ്ങളെ സൂചിപ്പിക്കുന്നു. ഈ പടികൾ ചവിട്ടിക്കയറുന്നവൻ തൻ്റെ ഉള്ളിലെ തിന്മകളെ അതിജീവിക്കുന്നു. പണ്ടുകാലത്ത് മലയന്മാർ പൊന്നമ്പലമേട്ടിൽ വനദേവതകൾക്കായി നടത്തിയിരുന്ന ദീപാരാധനയാണ് മകരജ്യോതിയായി അറിയപ്പെടുന്നത്. ഇന്നത് ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ തുടരുന്നു. ജാതിമത ഭേദമന്യേ ഏവർക്കും പ്രവേശനമുള്ള ശബരിമല വിശ്വസാഹോദര്യത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. കഠിനമായ കാനന പാതകളും കല്ലും മുള്ളും താണ്ടി ഭക്തർ ശബരിമലയിലെത്തുന്നത് ആ പുണ്യദർശനം ഒന്നുകൊണ്ട് മാത്രമാണ്. അവിടെ ചെന്നെത്തുമ്പോൾ വലിയവനെന്നോ ചെറിയവനെന്നോ ഭേദമില്ല. എല്ലാവരും അയ്യപ്പന്മാർ മാത്രം. ആ വലിയ സത്യമാണ് ശബരിമല നമുക്ക് പകർന്നു നൽകുന്നത്. മകരവിളക്ക് ദർശനം വെറും ഒരു കാഴ്ചയല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ അന്ധകാരത്തെ നീക്കി ജ്ഞാനത്തിൻ്റെ പ്രകാശം നിറയ്ക്കാനുള്ള ഒരു ആത്മീയ യാത്രയാണ്. ഈ വർഷത്തെ മകരവിളക്ക് എല്ലാവരുടെയും ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ ആത്മീയ അറിവിനായി ആത്മജ്യോതി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി. വീണ്ടും കാണാം അടുത്ത വീഡിയോയുമായി. സ്വാമി ശരണം.